2026 ആയിരിക്കും ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമെന്നാണ് ശാസ്ത്രലോകം പ്രവചിച്ചിരുന്നത്. കാരണം പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന അതിശക്തമായ എൽ നിനോ പ്രതിഭാസമാണ്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറുകയാണ്. അതിനാൽ 2026 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ വർഷമായി മാറാനാണ് സാധ്യത. അതായത് 2024 ആഗോള താപനില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു. പക്ഷേ അതിനേക്കാളും ഭയാനകരമായ വർഷമാണ് ഇനി വരാൻ പോകുന്നത്. അതും അധികം വൈകില്ല. 2027 അത് സംഭവിക്കുക. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി 2027 മാറുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അതിനു കാരണമാകുന്ന മാറ്റം പ്രകൃതിയിൽ സംഭവിച്ചു തുടങ്ങി. അതെ, രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ എൽ നിനോ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിൽ രൂപം കൊള്ളുന്ന ഈ വലിയ മാറ്റത്തിന് കാരണം. അതായത് ഇപ്പോൾ സമുദ്രോപരിതലം കൂടുതൽ തിളച്ച് ഉരുകുകയാണ്. കാരണം വർഷങ്ങളായി പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന വൻ താപശേഖരം ഉയർന്നു വരുന്നു. ഈ പ്രതിഭാസവും മനുഷ്യനിർമ്മിത ഹരിതഗ്രഹ വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ആഗോള താപനവും എൽ നിനോ പ്രതിഭാസവും ചേരുമ്പോൾ പ്രകൃതി ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ഉയർന്ന താപനിലയിലേക്ക് മാറും. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് 1997, 1998 കാലഘട്ടത്തിലെ എൽ നിനോയേക്കാൾ വ്യാപ്തിയുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിഭാസം. അതിനാൽ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ശക്തമായ ചൂട് പുറന്തള്ളപ്പെടുകയാണ്. അത് കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വഴി തുറക്കും. ചുരുക്കി പറഞ്ഞാൽ എൽ നിനോയെ ഭയക്കണം. കാരണം കാലാവസ്ഥ നിരീക്ഷണ ചരിത്രത്തിൽ ഇത്രയും വേഗത്തിൽ എല്ലാം തകിടം മറിക്കുന്ന തരത്തിൽ എൽ നിനോ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും ശരിയാണെങ്കിൽ ഓർത്തുവെച്ചു, 2027 മനുഷ്യകുലം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ഉഷ്ണതരംഗങ്ങൾക്കാണ് ഇനി നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. അന്ന് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ചൂടുവെള്ളം ഉപരിതലത്തിലേക്ക് എത്തും. അത് വലിയ അളവിൽ ഊർജം പുറത്തുവിടും. അങ്ങനെ ആഗോള കാലാവസ്ഥാ രീതികളെ തകരാറിലാക്കും. ഈ മാറ്റം വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും. അതിനാൽ നിസ്സാരമായി കാണേണ്ട ആ സൂപ്പർ എൽ നിനോയെ. അത് 1850 മുതൽ സമുദ്ര നിരീക്ഷണം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ പ്രതിഭാസമായാണ് കരുതുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും 2026 എന്ത് സംഭവിക്കുമെന്ന്. അതെ, 2026 എൽ നിനോ രൂപപ്പെടുന്നുണ്ടെങ്കിലും ആഗോള താപനിലയിൽ അതിന്റെ മാറ്റം പ്രകടമാകാൻ മാസങ്ങളുടെ സമയമെടുക്കും. അതിനാൽ സാധാരണ എൽ നിനോ ആരംഭിക്കുന്ന വർഷത്തിന് തൊട്ടടുത്ത വർഷമായിരിക്കും ഏറ്റവും ഉയർന്ന താപനില അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുക. അതിനാലാണ് 2026 പകരം 2027 ആഗോള താപനില റെക്കോർഡ് സൃഷ്ടിക്കുമെന്നുള്ള പ്രവചനങ്ങൾ വരുന്നത്. ഈ സമയത്ത് കഠിനമായ ഉഷ്ണതരംഗമാണ് ഉണ്ടാകുക. അതേസമയം പടിഞ്ഞാറൻ തെക്കേ അമേരിക്ക, കിഴക്കൻ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ, തെക്കൻ US എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ മറുഭാഗത്ത് സംഭവിക്കുക കടുത്ത വരൾച്ചയായിരിക്കും. പ്രത്യേകിച്ച് വടക്കൻ കിഴക്കൻ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ, തെക്കൻ ആഫ്രിക്ക, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ കടുത്ത വരൾച്ചയുണ്ടാകും. ഇന്ത്യയിലാകട്ടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമാകാൻ സാധ്യതയുണ്ട്. അത് കാർഷിക മേഖലയും കുടിവെള്ള ലഭ്യതയും പ്രതികൂലമായി ബാധിക്കും. കിഴക്കൻ മധ്യ പസഫിക്കിൽ കൂടുതൽ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. അതേസമയം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണം കുറയും. ശരിക്കും പറഞ്ഞാൽ നിലവിലെ പ്രവചനങ്ങൾ ശരിയാണെങ്കിൽ 2027 എന്നത് 175 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമെന്നു മാത്രമായി കാണാൻ സാധിക്കില്ല. പ്രകൃതിദത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യനിർമ്മിത ആഗോള താപനവും കൈകോർക്കുമ്പോൾ അത് എത്രത്തോളം അപകടമാകുമെന്നാണ് കണ്ടറിഞ്ഞ് കാണേണ്ടത്. ഈ സൂപ്പർ എൽ നിനോ ഒരുപക്ഷെ നമ്മുടെ സുന്ദരമായ ഭൂമിയെ തന്നെ ഇല്ലാതാക്കുമോ എന്നും ഭയക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.